നേതൃത്വം കൊടുത്ത തലശ്ശേരി ഡിവൈഎസ്പി ശ്രീമാൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എന്തലിയ ഷൗക്കത്ത് അലിയെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ നിയമ നടപടികൾ സ്വീകരിക്കണം, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ചുമായിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് ഞങ്ങൾ വിശദീകരിക്കാതെ തന്നെ കേരളീയ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു, കേരളീയ സാംസ്കാരിക ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് സംഭവത്തിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ ഒരേ സ്വരത്തിൽ ഒപ്പിട്ടുകൊണ്ട് പറഞ്ഞത് ഈ നികൃഷ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് മാത്രമേ പെരുമാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി ഈ സർക്കാരിന്റെ കേരളത്തിന്റെ ഡിവൈഎസ്പി ആണോ അല്ല നഗരസഭയുടെ വൈസ് ചെയർമാൻ രമാനന്ദന്റെ കുഞ്ഞാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അറിയാൻ താല്പര്യമുണ്ട്, അദ്ദേഹം ഡിവൈഎസ്പി ആണോ നഗരസഭയുടെ വൈസ് ചെയർമാന്റെ കുഞ്ഞാണോ എന്ന് തിരിച്ചറിയണം ഞങ്ങൾക്ക്. അതുകൊണ്ട് അത് തിരിച്ചറിയൽ അനിവാര്യമാണ്, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരൽ അനിവാര്യമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ മാർച്ചിലൂടെ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഞങ്ങൾ ഉയർത്തിയ ആ പോസ്റ്റർ കാണുന്നില്ലേ? 8 പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞിന്റെ കുളത്തിലേക്ക്, പിഞ്ചു കുഞ്ഞിന്റെ വയറ്റിലേക്ക് ലാത്തി കുത്തിക്കയറ്റുന്ന രൂപത്തിലേക്ക് നിർദ്ദേശം കൊടുത്ത ഡിവൈഎസ്പി ഞങ്ങൾക്ക് വേണ്ട, കേരളത്തിന് വേണ്ട, അദ്ദേഹത്തിന് നല്ലത്, ഏറ്റവും നല്ലത് പാർട്ടിയുടെ ഓഫീസിൽ കുഞ്ഞായിട്ട് അല്ല എങ്കിൽ ആ പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടിയിലൂടെ സമാധാനപരമായ ജനാധിപത്യ രീതിയിൽ നിയമ നടപടിയിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരറിയണം, പിഞ്ചു കുഞ്ഞിന്റെ ആർക്കാണ് വേദനയില്ലാത്തത്?